ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനമായ ഒരു വിവരം, ജമ്മു കാശ്മീരിൽ വലിയ രീതിയിൽ തന്നെ സൈനിക ഓപ്പറേഷൻ പുരോഗമിക്കുന്നു. ഒരു ഭീകരൻ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. 2 ദിവസം, അതായത് 48 മണിക്കൂറിനിടയിൽ കൊല്ലപ്പെടുന്ന 5ാമത്തെ ഭീകരനാണിത്. 3 ഭീകരരെ ഇവരുടെ കേന്ദ്രം സൈന്യം വളഞ്ഞു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വരുന്ന വാർത്തകളിലെല്ലാം 50 മുതൽ 80ഓളം വിദേശ ഭീകരർ, അതായത് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും നമുക്ക് ഉള്ള വിദേശ ഭീകരർ വനമേഖലയിൽ വിവിധ ഇടങ്ങളിലായി 1 or 2 പേരടങ്ങുന്ന ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരെ പിടികൂടുന്നതിനായിട്ടാണ് വലിയ രീതിയിലൊരു സൈന്യ വിന്യാസം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. കാരണം ഉൾക്കാട്ടിൽ നിന്ന് വെടിയുതിർക്കുക, പിന്നീട് കാട്ടിലേക്ക് മറയുക എന്നൊരു രീതിയായിരുന്നു. ഏതായാലും ഇപ്പോൾ ദോഡ ജില്ലയിൽ നിന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു കൂടുതൽ വിവരങ്ങൾ ഒരു മാധ്യമങ്ങൾക്കും ലഭ്യമായിട്ടില്ല. അവിടെ ഒരു വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നു, ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഇന്നലെ 4 ഭീകരൻ കൊല്ലപ്പെട്ടിരുന്നു. അങ്ങനെ ഈ 48 മണിക്കൂർ തികയും മുമ്പ് തന്നെ 5 ഭീകരർ കൊല്ലപ്പെട്ടു. നമ്മളുടെ സേനയുടെ ഒരു ക്യാപ്റ്റൻ ദീപക് സിംഗും വീരമൃത്യു വരിച്ചിരുന്നു ഇന്നലെ നടന്ന ഒരു ഏറ്റുമുട്ടലിൽ. ഏതായാലും ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിവരവും വലിയ രീതിയിൽ തന്നെ ദോഡ ജില്ലയിൽ ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ വരും മണിക്കൂറുകൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായേക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.